ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൻഷീസ് കുക്കിംഗ് വൈബ്. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ ഗ്യാസ് സ്റ്റൗ അതുപോലെ അതിൻ്റെ ബർണർ ഒക്കെ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ചായ തിളച്ച് പോയാലും അതുപോലെ എണ്ണയൊക്കെ പോയാൽ നമ്മളത് പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കാതെ അതിൽ വീണ്ടും കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ബ്ലാക്ക് കളറിൽ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വെള്ളം തിളപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് വാളൻപുളിയും കുറച്ച് ഡിഷ് വാഷും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ബർണറൊക്കെ അതിലൊന്ന് തിളപ്പിച്ചെടുക്കണം. അത് നന്നായിട്ട് തന്നെ ഒരു 1-2 മിനിറ്റ് തിളച്ചതിൻ്റെ ശേഷം നമുക്കതൊന്ന് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് രാത്രി ചെയ്തിട്ട് രാവിലെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതാവും ഏറ്റവും നല്ലത്. അപ്പോൾ കുറച്ച് സമയം ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് ഇളകി കിട്ടും. ഇതുകൂടാതെ നമുക്ക് വേറൊരു മെത്തേഡും ചെയ്തെടുക്കാം. ഇതുപോലൊരു പാത്രത്തിൽ നമ്മളെ ബർണറൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം അതിലേക്ക് എത്രത്തോളം അഴുക്കുണ്ടോ അതിനനുസരിച്ച് അത്യാവശ്യം വിനീഗർ ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ മുങ്ങുന്ന രീതിയിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കുക. അതുപോലെയും നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തിളപ്പിച്ചതിൽ നിന്ന് പുളിയുടെ വെള്ളം കുറച്ച് അതിലൊഴിച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു ചെറുനാരങ്ങ നന്നായിട്ട് തന്നെ അതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് ആ ബേക്കിംഗ് സോഡ എല്ലാം നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ആ തൊണ്ട് വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് ഉരച്ച് കൊടുക്കുക. അപ്പോൾ ഇതും നമ്മൾ കുറച്ച് സമയം വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ചെയ്താൽ അത്രയ്ക്ക് ക്ലീനായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ച ബർണറുകളാണ്. അപ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ ഏകദേശം ഒന്ന് ഇളകിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രഷ് വെച്ച് നന്നായി തന്നെ ഉരച്ചെടുക്കാം. അപ്പോൾ ബ്രഷ് വെച്ച് ഉരച്ചെടുക്കുമ്പോൾ അതിൽ ഡിഷ് വാഷ് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഉരച്ചെടുത്താൽ നമുക്ക് നല്ല കളർ കിട്ടും. പുളിവെള്ളത്തിലിട്ട് വെച്ച 2 ബർണറും ആ ബ്രഷും ഡിഷ് വാഷും വെച്ച് നന്നായിട്ട് ഉരച്ചപ്പോൾ 2 സൈഡ് നന്നായി ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വിനീഗറിലിട്ട് വെച്ചതാണ്. അതും നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അതൊരു സ്ക്രബ്ബർ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ അതുപോലെ നല്ല പുത്തൻ ബർണറായി കിട്ടും. പിന്നെ ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നമ്മൾ കുറച്ച് സമയം വെച്ചതുകൊണ്ട് തന്നെ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരതിയെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ അതിൻ്റെ ആ കറകളൊക്കെ ഒന്ന് ഇളകി കിട്ടും. പിന്നെ ഒരുപാട് പഴക്കമുള്ള കറകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം ഒന്ന് ഉരതിയെടുക്കേണ്ടി വരും. ഇപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നുണ്ട്. ഒരെണ്ണത്തിൽ നന്നായിട്ട് തന്നെ കരി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഉരതിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടാണ് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്ര
അഴുക്കില്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചൺ ടവൽ വെച്ചിട്ടോ ടിഷ്യൂ വെച്ചിട്ടൊക്കെ തുടച്ചെടുക്കുകയാണ് നല്ലത്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ ചെയ്താൽ ക്ലീനായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ അങ്ങനെ ആ സ്ക്രബ്ബ് വെച്ച് പോവാത്ത കുറച്ച് കരിയുള്ള ഭാഗമുണ്ട്. ആ ഭാഗത്ത് ഞാൻ സ്റ്റീലിൻ്റെ സ്ക്രബ്ബ് വെച്ചിട്ട് ഒന്ന് ഉരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ബ്രഷും സ്ക്രബും വെച്ചിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബ് വെച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ക്ലീൻ ചെയ്തെടുക്കാൻ. അപ്പോൾ ആ കരി പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് സ്റ്റീലിൻ്റെ സ്ക്രബ്ബ് അവിടെ ഒന്ന് ഉരച്ചു കൊടുത്തത്. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്റ്റൗവിൻ്റെ എല്ലാ ഭാഗവും നന്നായി കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് പോയാലും അത് അപ്പം തന്നെ ക്ലീൻ ചെയ്തെടുക്കാവോ അതിൻ്റെ ഒരു വൃത്തി. പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ അപ്പം തന്നെ ക്ലീൻ ചെയ്യാനും ബർണറും സ്റ്റൗ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാനുള്ള സാഹചര്യം ആവണമെന്നില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും പഴയ സ്റ്റൗ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരി പിടിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഒരതി കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഡെയിലി ക്ലീൻ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നല്ലൊരു ടിപ്പാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഈ ഒരു സ്റ്റൗ ടോപ്പ് നന്നായി കഴുകി തുടച്ച് എടുത്തതിൻ്റെ ശേഷം നമുക്ക് ഫോയിൽ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു ബർണർ വെക്കുന്ന ഭാഗത്ത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലേക്കൊന്ന് മടക്കി വെക്കുക. അപ്പോൾ ആ ഒരു ഭാഗം മാത്രം നമുക്ക് കവർ ചെയ്തെടുക്കാതെ ബാക്കി ഫുള്ള് കവർ ചെയ്തെടുത്തിട്ട് ബർണർ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലെ ഭാഗമൊന്നും കരി ഒന്നും പിടിക്കില്ല. നമുക്ക് ആ ബർണർ മാത്രം ക്ലീൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ അഴുക്കൊക്കെ പോകുന്നത് നമുക്ക് അപ്പം തന്നെ ഒന്ന് ഇതിൽ നിന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് പിന്നെ ലാസ്റ്റ് 2 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ ആ ഒരു ഫോയിലൊന്ന് മാറ്റി വേറൊരു ഫോയിലും വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഉരച്ചെടുക്കേണ്ട ആവശ്യമോ കരി പിടിക്കുന്ന ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.